ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്. നമ്മൾ നേരത്തെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നോട്ട് ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ആൻഡ് ഗേറ്റ് ആണ് യൂസിങ് നാൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നറിയാം. എയും ബിയും ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ബബിൾ വരുന്നതാണ് എന്ത്, നാൻഡ് ഗേറ്റ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്കിത് നാൻഡ് ഗേറ്റായി. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ സഹായത്തോടെ എങ്ങനെയാണ് നമ്മൾ ഈ ആൻഡ് ഗേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നാൻഡ് ഗേറ്റാണ്. ഇപ്പോൾ നാൻഡ് ഗേറ്റാണ് നമ്മുടെ എന്ത് ഗേറ്റ്, നാൻഡ് ഗേറ്റ് ആകുമ്പോൾ എ ബി ഔട്ട്പുട്ട് എന്ത് വരും, എ ഇൻറ്റു ബി ഹോൾ ബാർ വരും അല്ലേ. ഇതാണ് നമ്മുടെ, പക്ഷെ നമ്മൾ ഈ ഒരു നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻഡ് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഈ ബാറിനെ ഇല്ലാണ്ടാക്കണം അല്ലേ. ബാറിൻ്റെ ബാർ ക്യാൻസലേഷൻ ആണല്ലോ. അപ്പോൾ അതായത് എ ബാർ ദ ബാർ ഇസ് ഈക്വൽ ടു എ ആണല്ലോ. അപ്പോൾ ഈ ബാർ കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഔട്ട്പുട്ടിനെ ഒന്നുകൂടെ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടത്തി വിടുന്നു. അപ്പോൾ എ ഇൻറ്റു ബി ദ ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ കടത്തി വിടുകയാണ്. ഒന്നുകൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും, എ ഇൻറ്റു ബി എന്ന് വരും. അതായത് നെഗേഷൻ്റെ നെഗേഷൻ, ദാറ്റ് ഈസ് ക്യാൻസലിങ് ഓഫ് നെഗേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യം എ ഇൻറ്റു ബീനെ ഒരു നാൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എ ഇൻറ്റു ബി ബാർന്ന് വരും. അതിന് പിന്നെയും ഒരു നാൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വരുമ്പോൾ എ ഇൻറ്റു ബി ആവും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്, നാൻഡ് ഗേറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എ ഇൻറ്റു ബി ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ എന്ത് വരും, എ ബി അല്ലേ. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് എത്ര നാൻഡ് ഗേറ്റുകൾ വേണം, 2 നാൻഡ് ഗേറ്റുകൾ വേണം ഒരു ആൻഡ് ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇനി അത് എങ്ങനെയാണ് ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാം. പ്രൂവ് ബൈ ആൾജിബ്രിക്കലി പറഞ്ഞാൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാം. എ ബി വേരിയബിൾസ് കയറ്റി പ്രൂവ് ചെയ്യാൻ ആൾജിബ്രിക്കലി പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി എ നാൻഡ് ബി നമുക്ക് എന്ത് കിട്ടണം, ആൻഡ് കിട്ടണം അല്ലേ. എ നാൻഡ് ബി ഇസ് ഈക്വൽ ടു എന്താണ്, എ ഇൻറ്റു ബി ദ ഹോൾ ബാർ അല്ലേ. എ ആൻഡ് ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി, എ നാൻഡ് ബി പറഞ്ഞാലോ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ നാൻഡ് ബി ആദ്യത്തെ നമ്മൾ ഈ ഇതൊന്ന് ഓർത്താൽ മതി. എ നാൻഡ് ബി ഒന്നുകൂടെ എന്ത് ചെയ്തു, എ നാൻഡ് ബി, അതായത് 2 എന്ത് യൂസ് ചെയ്തു, നാൻഡ് ഗേറ്റ്സ് നമ്മൾ യൂസ്, എ നാൻഡ് ബി നാൻഡ് എ നാൻഡ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ നാൻഡ് ബി പറഞ്ഞാൽ എന്താണ്, എ ഇൻറ്റു ബി ബാർ നാൻഡ് എ ഇൻറ്റു ബി ബാർ അല്ലേ. എ നാൻഡ് ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി ബാർ നാൻഡ് എ ഇൻറ്റു ബി ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ, ദാറ്റ് ഈസ് ഹോൾ ബാർ. എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ദി ഹോൾ ബാർ. അതായത് എ ഇൻറ്റു ബി ബാർ ഈ നാൻഡ് അപ്ലൈ ചെയ്തപ്പോൾ ഡോട്ട് എ ഇൻറ്റു ബി ബാർ ഈ നാൻഡ് ദ ഹോൾ ബാർ. നാൻഡ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആൻഡ് ആയിരുന്നെങ്കിൽ എ ഇൻറ്റു ബി മതി, നാൻഡ് ആയതുകൊണ്ട് എ ഇൻറ്റു ബി ദ ഹോൾ ബാർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ആസ് പെർ ലോ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ആണ് അല്ലേ. സിൻസ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ, അതുകൊണ്ട് എ ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലേ. അതുകൊണ്ട് തന്നെ എ ഇൻറ്റു ബി, അപ്പോൾ എ ഇൻറ്റു ബി കിട്ടിയില്ല. അപ്പോൾ എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, എ ഇൻറ്റു ബി ഇതിൻ്റെ ബാറ് ഈ ബാറ് അതിൻ്റെ ഹോൾ ബാർ അല്ലേ. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അതേപോലെ തന്നെ എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ബാർ അല്ലേ. അപ്പോൾ ഇത് എ ഇൻറ്റു ബി ബാർ കിട്ടി, അതിൻ്റെ ബാർ ഈ മുകളിലുള്ള ബാർ. അപ്പോൾ എന്ത് കിട്ടി, എ ഇൻറ്റു ബി ബാർ അതിൻ്റെ ബാർ, അപ്പോൾ എ ഇൻറ്റു ബി ഡബിൾ ബാർ.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് പെർ ലോ എ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു ഇൻവല്യൂഷൻ ലോയിൽ എ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എ നാൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി, എ ആൻഡ് ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി, എ നാൻഡ് ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി ബാർ, എ നാൻഡ് ബി നാൻഡ് എ നാൻഡ് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ബാർ നാൻഡ് എ ഇൻറ്റു ബി ബാർ ആണ്. അപ്പോൾ എ ആൻഡ് ബി അല്ല നാൻഡ് ബി ആണ്. സോ എ ഇൻറ്റു ബി അതിൻ്റെ നെഗേഷൻ ഓപ്പറേഷൻ. ഇപ്പോൾ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് എ ഇൻറ്റു ബി ബാർ വന്നു. അതിൻ്റെ ബാറ് ദാറ്റ് ഇസ് ഇൻ ആസ് പെർ ഇൻവല്യൂഷൻ ലോ എ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ. സോ എ ഇൻറ്റു ബി ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇങ്ങനെയാണ് നമ്മൾ ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യുക. ഇനി നമ്മളിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആസ് പെർ ട്രൂത്ത് ടേബിൾ നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ആദ്യം എ, ദെൻ ബി, ദെൻ എ ബി, ദെൻ എ ഇൻറ്റു ബി ബാർ, ദെൻ എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ, എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ. പിന്നെ എന്ത് കിട്ടി? എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ദി ഹോൾ ബാർ. ഇത്രയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 0, എ ഇൻറ്റു ബീൻ്റെ വാല്യൂ 0, എ ഇൻറ്റു ബി ബാറിൻ്റെ വാല്യൂ 1, എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ഇസ് 1, അതിൻ്റെ കോംപ്ലിമെൻ്റ് ഇസ് 0 അല്ലേ? അപ്പോൾ രണ്ടാമത്തത് രണ്ടാമത്തെ 0 1, എ ഇൻറ്റു ബി പറയുമ്പോൾ 0, എ ഇൻറ്റു ബീൻ്റെ ബാർ എന്ന് പറയുന്നത് 1, എ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ഇസ് 1, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 0, എ ഇൻറ്റു ബി 0, അതിൻ്റെ ബാർ എന്ന് പറയുന്നത് 1, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0. ഇനി 1 1 എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി ഇസ് 1, ഇൻറ്റു ബി ബാർ ഇസ് 0, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ബി ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ഇസ് 0, അതിൻ്റെ കോംപ്ലിമെൻ്റ് ഇസ് 1. ഇതാണ് യൂസിങ് നാൻഡ് ഗേറ്റ്, ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള നാൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഓർ ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഓർ ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കറിയാം. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. എയും ബിയും ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടണം? എ പ്ലസ് ബി കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ ഓർ ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ഓർ ഗേറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാൻഡ് ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ, ആൻഡ് ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ 2 നാൻഡ് ഗേറ്റ് വേണമായിരുന്നുവെങ്കിൽ ഓർ ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 3 നാൻഡ് ഗേറ്റുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നാൻഡ് ഗേറ്റിൽ നമ്മൾ ഇപ്പോൾ എന് ഒരു നാൻഡ് ഗേറ്റ് ഇവിടെ കടത്തി വിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബാർ അല്ലേ? അതേപോലെ ഒരു ബീനെ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി ബാർ അല്ലേ? അതിന് പിന്നെയും നമ്മളൊരു നാൻഡ് ഗേറ്റിൽ കൂടെ നമ്മൾ കടത്തി വിട്ടുമ്പോൾ കിട്ടുന്നത് എന്ത് കിട്ടും? എ ഇൻറ്റു ബി ബാർ അല്ലേ? പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് പെർ ഡി മോർഗൻസ് ലോ എ ഇൻറ്റു ബി ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അങ്ങനെയാണിത് പ്രൂവ് ചെയ്യുന്നത്. എ ഇൻറ്റു ബി ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാൻഡ് ഗേറ്റ് എങ്ങനെയാണ്, ഓർ ഗേറ്റ് എങ്ങനെയാണ്? എയും ബിയും കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? എ പ്ലസ് ബി. അപ്പോൾ ഒരു നാൻഡ് ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓർ ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 നാൻഡ് ഗേറ്റുകളാണ് നമുക്ക് ആവശ്യം. ആദ്യം എ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതൊരു നെഗേഷൻ ഓഫ് എ ഇൻറ്റു എ പോകുന്ന സമയത്ത് എന്ത് കിട്ടും? എ ബാർ കിട്ടും. ബി ആണെങ്കിൽ ബി ഇൻറ്റു ബി, ബി ബാർ കിട്ടും. അപ്പോൾ എ ബാറും ബി ബാറിനും ഒരു നാൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ എന്ത് കിട്ടും? എ ഇൻറ്റു ബി ബാർ എന്ന് കിട്ടും.
ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ എയും ബിയും ഒരു ഓർ ഗേറ്റിൽ കൂടെ കടത്തി വിട്ടുകഴിഞ്ഞാൽ എ പ്ലസ് ബി കിട്ടും. അപ്പോൾ നമ്മൾ അപ്പോൾ എനെ കടത്തി വിടുമ്പോൾ എ ബാർ കിട്ടി, ബീനെ കടത്തി വിടുമ്പോൾ ബി ബാർ കിട്ടി. ദെൻ ഒരു നാൻഡ് ഗേറ്റ് കടത്തി വിട്ടാൽ എ ബാർ ഇൻറ്റു ബി ബാർ, അതിൻ്റെ ബാർ, കാരണം അത് കടത്തി വിടുന്നത് നാൻഡ് ഗേറ്റിൽ കൂടെയാണ്, ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ. നമ്മളത് എങ്ങനെയാണ് യൂസിങ് ആൾജിബ്രിക്കലി നമ്മളത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യുന്ന സമയത്ത് algebraically prove ചെയ്യുന്ന സമയത്ത് a NAND a that is equal to a into a the whole bar that is equal to a bar. a NAND a that is equal to a into a the whole bar that is equal to a bar. അതേപോലെ തന്നെ b NAND b that is equal to b into b the whole bar. അതായത് എ നാൻഡ് ചെയ്യുന്ന എന്താ എ ഇൻറ്റു എ അതിൻ്റെ ബാർ. അപ്പോൾ ബി നാൻഡ് ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി ഡി. ഇനി സിമിലർലി therefore എ നാൻഡ് എ നമ്മൾ എന്താ പറയുക മറ്റേ നാൻഡ് പ്രൂവ് ചെയ്തതുപോലെ തന്നെ എ നാൻഡ് എ നാൻഡ് ആൻഡ് ഗേറ്റ് പ്രൂവ് ചെയ്തില്ലേ, അതേപോലെ തന്നെ എ നാൻഡ് എ നാൻഡ് ബി നാൻഡ് ബി ദാറ്റ് ഈസ് ഈക്വൽ എ നാൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ നാൻഡ് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ അല്ലേ, ദി ഹോൾ ബാർ നാൻഡ് ബി ഇൻറ്റു ബി ദി ഹോൾ ബാർ that is equal to a into a the bar is equal to a bar NAND b bar എന്ന് കിട്ടും അല്ലേ. that is equal to a bar into b bar the whole bar that is equal to a bar into b bar the whole bar. then as per De Morgan's theorem നമുക്കറിയാം a bar into b bar into b bar a into b the whole bar is equal to a bar plus b bar ആണ് നമ്മുടെ ഡി മോർഗൻസിൻ്റെ സെക്കൻഡ് തിയറം. a into b the whole bar is equal to a bar plus b bar ആണ്. അപ്പോൾ a bar into b bar the whole bar is equal to a double bar plus b double bar. നമ്മൾക്ക് ഈ a into b the whole bar is equal to a bar plus b bar ആണ്. ഇവിടെ a into b whole bar അല്ല, a bar into b bar the whole bar ആണ്. ഇവിടെ ഇതിനും കൂടെ ബാർ ഉണ്ട്, a bar into b bar the whole bar that is equal to, അപ്പോൾ എന്താവും ഇവിടെ ഒരു ബാർ അഡീഷണൽ വന്നില്ല, അപ്പോൾ ഇവിടെയും എന്ത് വരും, ഒരു അഡീഷണൽ ബാർ, a ഡബിൾ ബാർ പ്ലസ് b ഡബിൾ ബാർ വരും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആസ് പെർ ലോ a ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു a ആൻഡ് b ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു b ആണ് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് b ആണ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തത്, നമ്മുടെ ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓർ ഗേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എ നാൻഡ് എ ഇസ് ഈക്വൽ ടു എ ബാറും ബി നാൻഡ് ബി ഇസ് ഈക്വൽ ടു ബി ബാറും ആണ് നമുക്കറിയാം. അപ്പോൾ എ നാൻഡ് ബി നാൻഡ് ബി ഇസ് ഈക്വൽ ടു എ നാൻഡ് എ പറഞ്ഞാൽ എന്താണ്, എ ഇൻറ്റു എ ദ ഹോൾ ബാർ NAND b into b the whole bar. a NAND a is equal to a bar NAND b bar that is equal to a bar into b bar the whole bar that is equal to a double bar plus b double bar that is equal to a plus b. അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത്, നമ്മുടെ a plus b എന്ന് പറയുന്ന റിസൾട്ട് വന്നത്. ഇനി ഇത് നമ്മൾ എന്ത് വെച്ച് പ്രൂവ് ചെയ്യണം, ആസ് പെർ ട്രൂത്ത് ടേബിൾ നമ്മളത് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് a വരും, b വരും, എ ബാർ വരും, ബി ബാർ വരും. അപ്പോൾ നമ്മൾ എ ബി 0 0 0 1 1 0 1 1 എ ബാർ എന്ന് പറയുന്ന സമയത്ത് 1 എയുടെ നെഗേഷൻ 1 0 0, ബി ബാർ എന്ന് പറയുമ്പോൾ ബിയുടെ നെഗേഷൻ അല്ലേ 1 0 1 0, എ ബാർ ഇൻറ്റു ബി ബാർ 1 0 0
0 1 0 0 നമുക്ക് വരും അല്ലേ. ഇനി അതിൻ്റെ ബാറ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇത് 0 ഇത് 3 1 ആവും. ഇനി a പ്ലസ് ബി വരുമ്പോൾ 0 പ്ലസ് 0 is 0 0 പ്ലസ് 1 is 1 1 പ്ലസ് 0 is 1 1 പ്ലസ് 1 is 1. അപ്പോൾ നമുക്കിത് രണ്ടും സെയിം ആണെന്ന് കിട്ടി അല്ലേ. അതായത് a ബാർ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് കിട്ടി. അപ്പോൾ ഹെൻസ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നോട്ട്, അതേപോലെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഓർ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ആൻഡ് പ്രൂവ് ചെയ്യാൻ പറ്റി.